ഹരിശ്രീ ഗണപതയേ നമഃ. ഹരിനമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശേഷ വിദ്യാമാശു പ്രയശ്ചമേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 6-ാമത്തെ അധ്യായത്തിലെ 64-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. അത് നമ്മൾ ഭാഗവത പാരായണത്തിന് ചെയ്യണ വിധികളൊക്കെയാണ്, തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള വിധികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ഇപ്പോൾ അവസാനം പറഞ്ഞത് വിധിപ്രകാരം ദശമസ്കന്ധത്തിലെ ഓരോ ശ്ലോകം ചൊല്ലി ഹോമം നടത്തണം. ഹോമത്തിൽ പായസം, തേൻ, എള്ള തുടങ്ങിയ പദാർത്ഥങ്ങളാണ് ഹോമിക്കേണ്ടത്. ദശമസ്കന്ധത്തിലെ എല്ലാ ശ്ലോകം കൊണ്ട് ഹോമം നടത്തുക എളുപ്പമല്ല. അപ്പോൾ ദശമത്തിലെ ഓരോ അധ്യായവും അവസാനിക്കുമ്പോൾ 8 മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഹവനം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആ നാമങ്ങൾ പറഞ്ഞു: ഓം വിഷ്ണവേ നമഃ, ഓം നാരായണായ നമഃ, ഓം ബ്രഹ്മണേ നമഃ, ഓം ശിവായ നമഃ, ഓം വാസുദേവായ നമഃ, ഓം പ്രദ്യുമ്നായ നമഃ, ഓം അനിരുദ്ധായ നമഃ, ഓം സംഘർഷണായ നമഃ. ഈ മന്ത്രങ്ങൾ കൊണ്ടാണ് 8 ആഹൂതി നൽകണം എന്ന് പറഞ്ഞത്. ഇനി 64-ാമത്തെ ശ്ലോകം: അഥവാഹവനം കുര്യാത് ഗായത്ര്യാസു സമാഹിത തന്മയത്വാ പുരാണസ്യ പരമസ്യ ജതത്വത. ഇപ്രകാരം ഹവനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഏകാഗ്ര ചിത്തത്തോടെ ഗായത്രി മന്ത്രം കൊണ്ട് ഹോമം ചെയ്യുക. പരമോത്കൃഷ്ടമായ ഈ ഭാഗവതം ഗായത്രി മന്ത്രത്തിന് തുല്യമാണ്. സാക്ഷാൽ ഭഗവത് സ്വരൂപം തന്നെയാണ്. അതിനാൽ ഗായത്രി ഹവനവും ഉത്തമം തന്നെ. ഹോമാസക്തോ ബുധോ ഹൗമ്യം ദദ്യാതൽഫലസിദ്ധയേ നാനാഛിദ്ര നിരോധാർത്ഥം ഉന്നതാധികതാനയോഹോ ദോഷയോ പ്രശമാർത്ഥം ച പടേ നാമ സഹസ്രകം തേന സബലം സർവം നാസ്ത്യസ്മാദധികം യതഃ. ഗായത്രി ഹോമം കഴിക്കാനും അശക്തനാണ് എങ്കിൽ ബുദ്ധിമാനായ വിദ്വാൻ ഹോമത്തിൻ്റെ ഫലം ലഭിക്കാൻ ഹോമം ചെയ്യേണ്ട പദാർത്ഥങ്ങൾ ശേഖരിച്ച് അർഹരായവർക്ക് ദാനം ചെയ്യുക. നാനാവിധത്തിലുള്ള വിഘ്നങ്ങളും ന്യൂനത, അധികത എന്നീ ദോഷങ്ങളും ശമിക്കുന്നതിനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. സഹസ്രനാമ ജപം കൊണ്ട് സർവ്വതും സഫലമായിട്ട് തീരും. ദ്വാദശ ബ്രാഹ്മണാൻ പശ്ചാത് ഭോജയേൻ മധുപായസൈഹി ദദ്യാസുവർണം ദേനും ജ ഹൃതപൂർണത്വേദവേ. ഹോമത്തിന് ശേഷം 12 ബ്രാഹ്മണർക്ക് മധുപായസം, മധുര പലഹാരങ്ങൾ എന്നിവ സഹിതം മൃഷ്ടമായിട്ട് അന്നദാനം ചെയ്ത് തൃപ്തിപ്പെടുത്തണം. സ്വർണം അല്ലെങ്കിൽ ധനം, പശു എന്നിവ ദാനം ചെയ്ത് ദീക്ഷാവ്രതത്തിന് സമ്പൂർത്തി വരുത്തണം. ശക്തോ ഫലത്രയമിതം സ്വർണസിംഹം വിദായ ജ തത്രാസ്യ പുസ്തകം സ്ഥാപ്യം ലിഖിതം ലളിതാക്ഷരം. ധനശക്തി ഉണ്ടെങ്കിൽ 3 ഫലം സ്വർണം കൊണ്ട് ഒരു സിംഹാസനം ഉണ്ടാക്കിക്കണം. അതിന്മേൽ ലളിതാക്ഷരത്തിൽ നന്നായി എഴുതിയുണ്ടാക്കിയ ഭാഗവതം സ്ഥാപിക്കണം. സമ്പൂജ വാഹനാദേസ്തദ് ഉപചാരൈ സദക്ഷിണം വസ്ത്രഭൂഷണഗന്ധാദ്യേ പൂജിതായ യഥാത്മനെ. ആവാഹനാദി കർമ്മങ്ങളോടെയും ഷോഡശോപചാരങ്ങളോടെയും ഗ്രന്ഥപൂജ കഴിക്കണം. വസ്ത്രാലങ്കാര ചന്ദനാദികളാൽ അതിനെ അലങ്കരിപ്പിച്ച് പരമസാത്വികനും ജിതേന്ദ്രിയനുമായ ആചാര്യന് ദക്ഷിണയോടൊപ്പം സിംഹാസന സഹിതം ഈ ഗ്രന്ഥത്തെ ദാനം ചെയ്യണം. ആചാര്യായ സുധീർദത്വ മുക്തസ്യ ഭവബന്ധനേ യവം കൃതേ വിധാനേ ജ സർവപാപ നിവാരണേ. പരമഭക്തിയോടെ ഇങ്ങനെ ആചാര്യന് ദാനം ചെയ്യുന്ന ഉദാരമതിയും ബുദ്ധിമാനുമായ വ്യക്തി സർവപാപങ്ങളിൽ നിന്നും മോചിതനായി സംസാരബന്ധത്തിൽ നിന്ന് മുക്തനായി തീരും. ഫലദം സ്യാ പുരാണം തോ ശ്രീമദ് ഭാഗവതം ശുഭം ധർമ്മകാമാർത്ഥമോക്ഷാണാം സാധനം സ്യാന്ന സംശയ. സർവപാപഹരവും മഹാപ്രായശ്ചിത്തരൂപവുമായ സപ്താഹയജ്ഞം ഇപ്രകാരം ഭക്തിയോടെ വിധിപ്രകാരം നിർവഹിച്ചാൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ 4 സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കുമാര ഊജുഹു ഇതി തേ കഥിതം സർവം കിം ഭൂയാശോതുമിച്ഛസി ശ്രീമൽ ഭാഗവതേനൈവ മുക്തിമുക്തിക്കരേ സ്ഥിതേ. കുമാരന്മാർ പറഞ്ഞു: ഹേ നാരദ,
ഇപ്രകാരം ഞങ്ങൾ അങ്ങയോട് സപ്താഹയജ്ഞത്തെക്കുറിച്ച് അറിയേണ്ടതെല്ലാം പറഞ്ഞു. ഇനി എന്താണ് അറിയേണ്ടത്? ശ്രീമദ് ഭാഗവതം കൊണ്ട് തന്നെ ഇഹലോക സുഖങ്ങളും പരലോകമുക്തിയും കരത്തിൽ തന്നെ ഇരിക്കുന്നു. കരത്തിലെ വരെ നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കുന്നു എന്നർത്ഥം. ഇത്യുക്തേ മഹാത്മാന പ്രോജുർഭാഗവതീം കഥാം സർവപാപഹരാം പുണ്യം മുക്തിപ്രദായിനിയും. സൂതൻ പറഞ്ഞു, ഇപ്രകാരം ആ മഹാത്മാക്കൾ സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതും പുണ്യം വർദ്ധിപ്പിച്ച് ഭൗതിക സുഖങ്ങളും മുക്തിയും നൽകുന്നതുമായ ഭാഗവത കഥ ശ്രീ നാരദമുനിയോട് പറഞ്ഞു. ശുണ്ണതാം സർവബോധാനാം സപ്താഹം നിയതാത്മനാം യഥാവിധി തതോ ദേവം തുഷ്ടു പുരുഷോത്തമം. മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മനിയന്ത്രണത്തോടെ സപ്താഹ പാരായണം കേട്ടുകൊണ്ടിരുന്ന സർവഭൂതങ്ങളെയും ഇങ്ങനെ സപ്താഹ മാഹാത്മ്യം ധരിപ്പിച്ച ശേഷം പുരുഷോത്തമനായ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തോത്രം ചെയ്തു. തതന്തേ ജ്ഞാനവൈരാഗ്യ ഭക്തീനാം പുഷ്ടതാപര താരുണ്യം പരമം ചാഭൂ സർവഭൂത മനോഹരം. അത് കഴിഞ്ഞപ്പോൾ ജ്ഞാനം, വൈരാഗ്യം, ഭക്തി എന്നീ 3 പേർക്കും പരമപുഷ്ടിയും സർവഭൂതങ്ങളുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കാൻ പര്യാപ്തമായ താരുണ്യവും ലഭിച്ചു. നാരദശ്ചാകൃതാർത്ഥോബോധ സിദ്ധേസിയേ മനോരഥേ പുളകീകൃത സർവാംഗ പരമാനന്ദ സംഭൃത. നാരദർ തൻ്റെ മനോരഥം സാധിച്ചതിൽ കൃതാർത്ഥനായി തീർന്നു. അദ്ദേഹത്തിന് പരമാനന്ദം കൊണ്ട് സർവാംഗം രോമാഞ്ചമണിഞ്ഞു. ഏവം കഥാം സമാകർണ്യ നാരദോ ഭഗവത് പ്രിയ പ്രേമഗൽഗതയാ വാച താനുവാച കൃതാഞ്ജലി. ഭഗവത് പ്രിയനായ നാരദൻ ഇപ്രകാരമുള്ള വിശിഷ്ടമായ കഥ കേട്ട ശേഷം ഭക്തി കൊണ്ട് അരിഞ്ഞ് തൊണ്ടയിടറിക്കൊണ്ട് അഞ്ജലി ബന്ധം ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. നാരദോ വാച ധന്യോസ്മി അനുഗ്രഹീതോസ്മി ഭവൽഭീ കരുണാപരേഹി അദ്യമേ ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരിഹേ. നാരദർ പറഞ്ഞു, ഹേ സനകാദി മുനിമാരെ, കരുണാവരന്മാരായ നിങ്ങളാൽ ഞാൻ ധന്യനും അനുഗ്രഹിക്കപ്പെട്ടവനുമായി സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ശ്രീഹരിയെ ഇപ്പോൾ എനിക്ക് ലഭിച്ചു. ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യോതബോധനാഹ വൈകുണ്ഠസ്ഥോ യത കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യതേ. തപോധനന്മാരെ, ഭാഗവത കഥാശ്രവണം സർവധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഭാഗവത ശ്രവണം കൊണ്ട് വൈകുണ്ഠവാസിയായ കൃഷ്ണ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. സൂതൗവാച ഏവം ബ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാത സുഖോ യോഗേശ്വരസ്തദാ. സൂതൻ പറഞ്ഞു, വിഷ്ണുഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായ ശ്രീ നാരദൻ ഇപ്രകാരം പറയുമ്പോൾ ഭാഗവത കഥ കേട്ട് ആനന്ദഭരിതനായി യോഗേശ്വരനായ ശ്രീ ശുഗമുനി അവിടെ പെട്ടെന്ന് പ്രത്യക്ഷനായി. തത്രായയോ ഷോഡശവാർഷികസ്തദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ദിചന്ദ്രമാ കഥാവസാനേ നിജലാപപൂർണ പ്രജ്ഞാപടൻ ഭാഗവതം ശനൈ ശനൈഹി. തൻ്റെ യോഗശക്തിയാൽ എന്നും 16 വയസ്സ് തോന്നിപ്പിക്കുന്ന സുന്ദരനും വ്യാസപുത്രനും ജ്ഞാനമഹാസമുദ്രത്തിന് വെളിച്ചമായ ചന്ദ്രനെ പോലെ ആത്മാനന്ദത്താൽ സദാ സന്തുഷ്ടനുമായ ശ്രീ ശുഗബ്രഹ്മർഷി കഥാവസാനത്തിൽ പ്രേമാധിക്യത്തോടുകൂടി ഭാഗവതം മെല്ലെ മെല്ലെ ചൊല്ലിക്കൊണ്ട് അവിടെ ആഗമിച്ചു. ചന്ദ്രൻ ഉദിക്കുമ്പോൾ സമുദ്രത്തിൽ വേദിയേറ്റം ഉണ്ടാകുന്നു. ജ്ഞാനമഹാസമുദ്രത്തിൽ ആനന്ദത്തിൻ്റെ വേദിയേറ്റം സൃഷ്ടിക്കുന്ന ചന്ദ്രനാണ് ശുഗബ്രഹ്മർഷി എന്നിവിടെ ഉപമ. ദുഷ്ട സദസ്യ പരമോരു തേജസം സത്യസമുത്തായ ദദുർമഹാസനം പ്രീത്യാസുരക്ഷിസ്തമഭൂജയ സുഖം സ്ഥിതോപദത്തം ശൃണുതാമലാം ഗിരം. പരമോത്കൃഷ്ടമായ ഉജ്ജ്വല തേജസ്സോടുകൂടിയ ആ വ്യാസപുത്രനെ കണ്ട് സദസ്സിലുള്ളവരെല്ലാം ഉടനടി ആസനങ്ങളിൽ നിന്നും എഴുന്നേറ്റു. ഉത്തമമായ ഒരു ആസനത്തിൽ ഋഷിയെ സുഖമായി ഇരുത്തി പ്രേമപൂർവം നാരദർ അദ്ദേഹത്തെ പൂജിച്ചു. ആസനസ്ഥനായ ശേഷം പ്രീതിയോടെ എല്ലാവരെയും വീക്ഷിച്ചിട്ട് ശുഗമുനി അവരോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേൾക്കുവിൻ. ശ്രീ ശുഗവാച നിഗമകൽപതരോഗലിതം ഫലം സുഖമുഖാധമദ്രവ സംയുതം വിവദ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഹ. ശ്രീ ശുഗർ പറഞ്ഞു, വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് ഉത്ഭവിച്ച് ശ്രീ ശുഗബ്രഹ്മർഷിയുടെ മുഖത്തിൽ നിന്ന് ഒഴുകിയതും അമൃതദ്രവത്തോടു കൂടിയതും, അതായത് മോക്ഷപ്രദം എന്ന് സാരം, രസത്തിൻ്റെ ആലയം തന്നെ സ്വരൂപമെടുത്തതുമായ ശ്രീ ഭാഗവതത്തെ
ഭൂമിയിലുള്ള പരമഭാഗ്യവാന്മാരായ ജനങ്ങളെ, നിങ്ങൾ വീണ്ടും വീണ്ടും പാനം ചെയ്യുവിൻ. ധർമ്മപ്രോജിതകൈതവോത്ര പരമോ ധർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ വരേരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേത്ര ഹൃദിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. മാത്സര്യാദി ദോഷങ്ങൾ നിശേഷം നശിച്ചിരിക്കുന്ന സജ്ജനങ്ങൾ പരമോത്കൃഷ്ടമായി സ്വീകരിച്ചിരിക്കുന്ന കളങ്കമില്ലാത്ത ധർമ്മസ്വരൂപത്തെ ഇതിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ശ്രീമൽ വേദവ്യാസനാകുന്ന മഹാമുനിയാൽ നിർമ്മിക്കപ്പെട്ട ശ്രീ മഹാഭാഗവതം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിദ്വാൻമാരുടെ ഹൃദയത്തിൽ സർവാന്തര്യാമിയായി ഈശ്വരൻ തൽക്ഷണം വിളങ്ങുന്നു. പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഇതിനെ വിട്ട് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. നിർമ്മലമായ ബ്രഹ്മതത്വം സ്പഷ്ടമായിട്ട് വെളിവാക്കുന്ന ശ്രീമദ് ഭാഗവതം നിരന്തരം ശ്രവിക്കുന്നവരുടെ സർവപാപങ്ങളും ശമിച്ച് മോക്ഷം പ്രാപിക്കുന്നു. സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപമാണ് ഭാഗവതം. പരമപുരുഷപ്രാപ്തി ആഗ്രഹിക്കുന്ന പുണ്യാത്മാക്കൾ ഭാഗവതത്തെ മാത്രം ആശ്രയിച്ചാൽ ശ്രീഹരി അവരുടെ ഹൃദയത്തിൽ സ്ഥിരം വസിക്കും. ശ്രീമദ്ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം ധനം യസ്മിൻ പാരമഹംസ്യമേവ മമലം ജ്ഞാനം പരം ഗീയതേ യത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തക്ഷുണ്ണൻ പ്രപടൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേത് നര. ശ്രീമദ് ഭാഗവതം സകല പുരാണങ്ങളിൽ വെച്ച് ഉത്കൃഷ്ടമാണ്. ഇത് വൈഷ്ണവന്മാരുടെ മുഖ്യ സമ്പത്താണ്. യാതൊന്നിൽ പരമഹംസന്മാരായ യോഗികൾ അനുഭവിച്ചറിയുന്നതായ ബ്രഹ്മജ്ഞാനം സ്പഷ്ടമായി കീർത്തിക്കപ്പെട്ടിരിക്കുന്നുവോ ജ്ഞാനം കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം, വൈരാഗ്യം, ഭക്തി ഇവയോടെ ചെയ്യപ്പെടുന്ന നിഷ്കാമകർമ്മം ഇനിയൊരു ജനനമരണാദി സുഖത്തെ ഉണ്ടാക്കുകയില്ല എന്നുള്ള സത്യത്തെ ഇതിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വിശിഷ്ടമായ ഭാഗവതം കേൾക്കുക, കീർത്തിക്കുക, അർത്ഥവിചാരം ചെയ്ത് പഠിക്കുക, മനനം ചെയ്യുക തുടങ്ങിയവയിൽ മനസ്സിരുത്തുന്ന പുരുഷന് നിർമ്മലമായ ഭക്തിയും അതിലൂടെ മുക്തിയും ലഭിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ്. ഇവിടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും അന്യചിന്തകളില്ലാതെ ഈശ്വരപ്രാപ്തി മാത്രം ആഗ്രഹിക്കുന്നവരുമായ നിഷ്കാമകർമ്മികൾ അവർ ഭഗവത് പ്രാപ്തിക്കായിട്ട് ഭാഗവത പുരാണത്തെ മാത്രം ആശ്രയിച്ചാൽ മതി എന്ന് സാരം. സ്വർഗേ തത്യേജ കൈലാസേ വൈകുണ്ഠേനാസ്യം രസ അത പിബന്ധ്യ സദ്ഭാഗ്യ മാമാമുഞ്ചത കർഹിച്ചിത്. സ്വർഗത്തിലും സത്യലോകത്തും കൈലാസത്തിലും വൈകുണ്ഠത്തിലും ഈ ഭാഗവത രസം ലഭിക്കുകയില്ല. അതിനാൽ ഈ ഭാഗ്യവാന്മാരെ ദുർലഭമായി രസത്തെ പാനം ചെയ്തുകൊണ്ടിരിക്കുവിൻ, ഒരിക്കലും ഉപേക്ഷിക്കാതിരിക്കുവിൻ. സൂതൗവാച ഏവം ബ്രുവാണി സതി ബാധരായണോ മധ്യേ സഭായാം ഹരി ആവിരാസീത് പ്രഹ്ലാദബല്യുദ്ധവ ഫാൽഗുനാദിഭി വ്രതസുരശിസ്തമഭൂജയച്ഛതാൻ. സൂതൻ പറഞ്ഞു, വ്യാസസൂനുവായ ശ്രീ ശുഗൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ സഭയുടെ മധ്യത്തിൽ ശ്രീഹരി പ്രത്യക്ഷപ്പെട്ടു. വിഷ്ണുഭക്തന്മാരായ പ്രഹ്ലാദൻ, ബലിചക്രവർത്തി, ഉദ്ധവർ, അർജുനൻ തുടങ്ങിയവരും ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്നു. ദേവർഷി നാരദൻ ഭഗവാനെയും കൂടെ വന്നവരെയും വിധിപ്രകാരം പൂജിച്ചു. ദൃഷ്ട്വാ പ്രസന്നം മഹദാസനേ ഹരിം തേ ചക്രിരേ കീർത്തനമഗ്രതസ്തദാ ഭവോ ഭവാന്യാകമലാസനസ്തു തത്രാഗമത് കീർത്തന ദർശനായ. മഹത്തായ ആസനത്തിൽ ഭഗവാൻ ഹരിയിരുന്നു. പ്രസന്നനായ ഭഗവാന്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തന്മാർ സ്തുതി ചെയ്തു. കമലാസനായ ബ്രഹ്മാവും പാർവതീദേവിയോടൊപ്പം കൈലാസനാഥനായ ശ്രീ ശിവനും അവിടെ ആഗതരായി. ഭഗവാനെ കീർത്തിക്കുന്നതിനും കീർത്തിക്കുന്നത് കാണാനുമാണ് അവരും എത്തിയിരിക്കുന്നത്. പ്രഹ്ലാദസ്ഥാളധാരി തരളഗതി ദയാ ചോദവകംസ്യധാരി വീണാധാരി തുരശി സ്വരകുശലതയാ രാഗകർത്താർജുനോബോധ് ഇന്ദ്രോവാദി മൃദംഗം ജയ ജയ സൂകര കീർത്തനേ ദേ കുമാര. ഇന്ദ്രോവാദി മൃദംഗം ജയ ജയ സുകര കീർത്തനേ ദേ കുമാര. യത്രാഗ്രേ ഭാവഭക്ത സരസര ജനയാ വ്യാസപുത്രോ ബഭൂവ. ആ തരത്തിലുണ്ടായ ഭഗവത് കീർത്തനത്തെ വർണ്ണിക്കുന്നു. പ്രഹ്ലാദൻ താളം പിടിച്ചു. തരളഗതിയിൽ സമർത്ഥനായ ഉദ്ധവർ ചേങ്ങില കൊട്ടി. നാരദർ വീണ വായിച്ചു. സംഗീതസ്വര കുശലനായ അർജുനൻ
ഗാനാലാപം ചെയ്തു. ഇന്ദ്രൻ മൃദംഗം വായിച്ചു. കനകാദികൾ മധുരസ്വരത്തിൽ ജയ ജയ ശബ്ദം മുഴക്കി. ഇവരുടെ എല്ലാം മധ്യത്തിൽ ശൃംഗാരഭക്തി 10 രസങ്ങളെയും അപ്പോൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ശ്രീശുകൻ ഭാവം പറയുന്നതിലും ഏർപ്പെട്ടു. സാധാരണ നവരസങ്ങളാണ് പറയുക. ഇവിടെ ശാന്തിയും കൂടി ചേർന്നാൽ 10 രസം. അനർത്ഥമധ്യേ തൃകമേവ തത്ര ഭക്ത്യാദിഗാനാം നടവത്സുതേജസാം അലൗകികം കീർത്തനമേതദീക്ഷ്യ ഹരിപ്രസന്നോ വിഭജോ ബ്രവീത്തത്. ഈ അസുലഭമായ സംഗീത കീർത്തന മഹോത്സവത്തിൽ അത്യന്തം ശോഭയോടുകൂടി യുവത്വം വീണ്ടെടുത്ത ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ദിവ്യരൂപ നാരികളായി ഉത്തമ നടന്മാരെ പോലെ നൃത്തം ചെയ്തു. ദിവ്യമായി കീർത്തന നൃത്താദികൾ കണ്ട് സന്തുഷ്ടനായ ശ്രീഹരി ഇങ്ങനെ അരുളി ചെയ്തു. മത്തോവരം ഭാവവൃതാ വൃണുധ്വം പ്രീതകഥാ കീർത്തനദോസ്മി സാമ്പ്രതം ശുദ്ധരിതദ്വാക്യമതിപ്രസന്ന പ്രമാദ്രജിത്ത ഹരിമോചിരേതേ. ഹേ ഹരിഭക്തന്മാരെ, നിങ്ങൾ ചെയ്ത ഹരികീർത്തനത്തിൽ ഞാൻ അത്യധികം പ്രീതനായിരിക്കുന്നു. എന്നിൽ നിന്ന് എന്ത് വരമാണ് വേണ്ടത് എന്ന് ആവശ്യപ്പെട്ടുകൊള്ളുക. ഭഗവാന്റെ വാക്കുകൾ കേട്ട് പ്രേമാദ്രചിത്തരായ പ്രഹ്ലാദികൾ പറഞ്ഞു. നഗാഹഗാദാസുജ സർവഭക്തേ ദേവിസ്ത്വയം ഭാവ്യമിതി പ്രയത്നാത് മനോരഥോയം പരിപൂരണീയസ്തേതി ചോക്വാന്തരദീയതാച്യുത. ഭഗവാനെ, ഭാഗവത സപ്താഹ ശ്രവണത്തിൽ തൽപരരായ എല്ലാ ഭക്തന്മാരോടും കൂടി ചേർന്ന് നിന്ദ്രുവടി സദാ വസിക്കണം. ഞങ്ങളുടെ ഈ മനോരഥത്തെ അവിടുന്ന് സഫലമാക്കി തരണം എന്നവർ പ്രാർത്ഥിച്ചപ്പോൾ അപ്രകാരമാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. തഥോ നമത്തച്ചരണേഷു നാരദസ്തഥാ സുഖാദീനവിതാപസംസ്യ അതപ്രഹൃഷ്ടാ പരിനഷ്ടമോഹ സർവേ യയോ പ്രീതകഥാമൃതാസ്തേ. അനന്തരം നാരദമുനി അവിടെ എത്തിയ പ്രഹ്ലാദാദി ഭക്തന്മാരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. സുഖാദികളായ ഋഷീശ്വരന്മാരെയും വന്ദിച്ചു. അമൃതന് തുല്യമായ ഭാഗവതം പാനം ചെയ്ത് അജ്ഞാനം നശിക്കുകയും പരമാനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നവരായി എല്ലാവരും അവിടെ നിന്നുപോയി. ഭക്തിസ്തുതാഭ്യാം സഹ രക്ഷിതാസ ശാസ്ത്രേ സ്വഗീയേ വിദധാശുകേന അതോ ഹരിർഭാഗവതസ്യ സേവന ചിത്തം സമായാദിഹ വൈഷ്ണവാനാം. ശ്രീശുക ബ്രഹ്മർഷി സ്വന്തം ശാസ്ത്രമായ ശ്രീമദ് ഭാഗവതത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ഭക്തിയെ നിർബാധം പ്രതിഷ്ഠിച്ച് സംരക്ഷിച്ചു. അതിനാൽ ശ്രീമദ് ഭാഗവതത്തെ നിരന്തരം സേവിക്കുന്ന വിഷ്ണുഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാതെ ശ്രീഹരി വസിക്കും. ദാരിദ്ര്യ ദുഃഖജ്വരദാഹിതാനാം മായാപിശാചി പരിമർദ്ദിതാനാം സംസാര സിന്ധോ പരിപാതിതാനാം ക്ഷമായ വൈ ഭാഗവതം പ്രഗർജതി. ദാരിദ്ര്യ ദുഃഖം, രോഗങ്ങൾ മൂലമുള്ള ദുഃഖം എന്നിവയാൽ ദഹിക്കപ്പെടുന്നവരുടെയും മായയാകുന്ന പിശാചിയാൽ 4 ഭാഗത്തു നിന്നും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ജനന മരണാദി രൂപത്തോടുകൂടിയ സംസാര സാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും ക്ലേശിക്കുന്നവരുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് ഞാൻ മാത്രം മതി എന്ന് ഭാഗവതം ഉറക്കെ ഗർജിക്കുന്നു. ശൗനകോവാച സുഖേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുന സുരക്ഷയേ കഥാ ബ്രാഹ്മേ ചിന്തിമേ സംശയം ധിമം. ശൗനകൻ പറഞ്ഞു, ഹേ സൂത, പരീക്ഷിത രാജാവിനു വേണ്ടി ശ്രീ ശുഖബ്രഹ്മർഷിയും ദുന്ദുകാരിക്ക് വേണ്ടി ഗോകർണനും ദേവർഷി നാരദനു വേണ്ടി സനകാദി മുനികളും ഏതേത് കാലത്താണ് സപ്താഹം നടത്തിയത്? അങ്ങ് ഈ സംശയം തീർത്തു തരണം. സൂതവാച ആ കൃഷ്ണ നിർഗമാത്രിംശത് വർഷാധികതേ ഖലോ നവമീതോ നമസ്യേജ കഥാരംഭം സുഗോകരോത്. സൂതൻ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്നും നിർഗമിച്ചതിന് ശേഷം കലിവർഷം 30-ാം ആണ്ട് കന്നിമാസം ശുക്ലനവമി ദിവസം മുതലാണ് ശ്രീശുകൻ പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചത്. ശ്രീകൃഷ്ണന്റെ സ്വധാമഗമന ദിവസം മുതലാണ് കലിവർഷം ആരംഭിക്കുന്നത്. പരീക്ഷവണാന്തേജ കലോ വർഷദ്വയേ ശുദ്ധേഷുജോ നവമ്യാം ധേനുജോ കഥയത് കഥാം. പരീക്ഷത്തിന്റെ കഥാശ്രവണത്തിന് ശേഷം കലിവർഷം 200 കഴിഞ്ഞ് കർക്കിടക മാസം ശുക്ലനവമി മുതൽ ഗോകർണൻ ദുന്ദുകാരിക്ക് വേണ്ടി ഭാഗവത സപ്താഹം നടത്തി. തസ്മാദപി കലോ പ്രാപ്തേ 30 വർഷഗതേ സതി ഊജുരോർജേ സീതേ പക്ഷേ നവമ്യാം ബ്രഹ്മണസ്തുതാഃ. ഇതിനുശേഷം 30 വർഷം കഴിഞ്ഞ് കാർത്തിക മാസം, അതായത് വൃശ്ചിക മാസം ശുക്ലപക്ഷ തിഥിയിൽ നാരദനു വേണ്ടി
ബ്രഹ്മപുത്രന്മാരായ സനകാദി മഹർഷിമാർ ഭാഗവതം കഥ പറഞ്ഞു. ഇത്യേതത്തെ സമാഖ്യാതം യത്പൃഷ്ടോഹം ദ്വയാനക കലോ ഭാഗവതീ വാർത്ത ഭവരോഗ വിനാശിനി. ഹേ പരിശുദ്ധനായ ശൗനക, അങ്ങയുടെ പ്രശ്നത്തിന് ഈ വിധം ഞങ്ങൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. കലിയുഗത്തിൽ ശ്രീമദ് ഭാഗവതം സംസാര രോഗത്തെ നശിപ്പിക്കുന്ന ദിവ്യ ഔഷധമാണ്. കൃഷ്ണപ്രിയം സകല കന്മഷനാശനം ച മുക്തേകഹേതുമിഹ ഭക്തി വിലാസകാരി സന്തക്കഥാനകമിതം വിപദാതരേണ ലോകേ ഹി തീർത്ഥ പരിശീലന സേവയാക്കിം. ഹേ സജ്ജനങ്ങളെ, ഈ ഭാഗവതം കഥ ശ്രീകൃഷ്ണൻ അത്യന്തം പ്രീതികരമാണ്. സകല പാപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ഇത് മുക്തിക്ക് കാരണമാണ്. ലോകത്തിൽ പലവിധ അർത്ഥങ്ങളും സുഖങ്ങളും മറ്റും സമ്പാദിക്കാനും അന്യതീർത്ഥാടനം നടത്തുന്നതിനും നിരന്തരം പ്രയത്നിക്കുന്നതുകൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാകുക? അസുലഭമായി ഭാഗവത കഥാമൃതത്തെ ആദരപൂർവം പാനം ചെയ്യുക. സ പുരുഷമവിവീക്ഷ്യ പാശഹസ്തം വദതിയമഖിലദസ്യ കർണമൂലേ പരിഹര ഭഗവത് കഥാ സുമത്താൻ പ്രപൂരഹമന്യ നൃണാം ന വൈഷ്ണവാനാം. കയ്യിൽ കയറുമായിട്ട് നിൽക്കുന്ന സ്വന്തം ഭൃത്യന്മാരെ നോക്കിക്കൊണ്ട് യമൻ അവരുടെ ചെവിയിൽ ഉപദേശിക്കുന്നു: ശ്രീഹരിയുടെ കഥ കേട്ട് ആനന്ദിച്ചിരിക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ പോകരുത്. ഭഗവത് കഥകളിൽ അസക്തരായിരിക്കുന്ന ഭക്തന്മാരുടെ മേൽ എനിക്ക് യാതൊരു അധികാരവുമില്ല. അവരെ ഒഴിച്ചുള്ള മനുഷ്യരിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. അതിനാൽ വിഷ്ണുഭക്തന്മാരുടെ സന്നിധിയിൽ കടക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അസാരേ സംസാരേ വിഷയ വിഷസംഗാകുലതിയ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം പിബത സുഖഗാഥാതുലസുതാം കിമർത്ഥം വർത്തംബോ വ്രജത കൃപതേ കുൽസിതഗതേ പരീക്ഷിത് സാക്ഷി യക്ഷവണഗത മുക്ത്യുക്തിഗതനേ. നിസ്സാരമായ സംസാരത്തിൽ വിഷയങ്ങളാകുന്ന വിഷബാധയേറ്റ് ക്ലേശിക്കുന്ന ബുദ്ധിയോടുകൂടിയ ജനങ്ങളെ, നിങ്ങൾ അരക്ഷണ നേരമെങ്കിലും നിങ്ങളുടെ ക്ഷേമത്തിനായി ശ്രീശുഖമുനിയാൽ ഗാനം ചെയ്യപ്പെട്ടതും അമൃതിനേക്കാൾ വിശിഷ്ടവുമായ ഭാഗവത ശാസ്ത്രസാരം പാനം ചെയ്യുവിൻ. അല്ലയോ മനുഷ്യരെ, ഉത്സിത കഥകളുടെ തെറ്റായ മാർഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന എന്തിനാണ്? അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ലല്ലോ. ശ്രീമദ് ഭാഗവതാമൃതം പാനം ചെയ്യുന്നതുകൊണ്ടും അതിലെ കഥകൾ അനുഗാനം ചെയ്യുന്നതുകൊണ്ടും നിങ്ങൾക്ക് മുക്തി കിട്ടുമെന്ന് തീർച്ചയാണ്. ഇതിന് സാക്ഷി ആരാണ്? പരീക്ഷിത് മഹാരാജാവ്. രസപ്രവാഹ സംസ്ഥേന ശ്രീശുഖേനേരിതാകഥ കണ്ടേ സമ്പദ്യതേയേന സവൈകുണ്ഠ പ്രഭുർഭവേത്. ബ്രഹ്മാനന്ദ പ്രവാഹത്തിൽ സ്ഥിരം മഗ്നായിരിക്കുന്ന ശ്രീ ശുഖമുനിയാൽ കീർത്തിക്കപ്പെട്ട ഭാഗവത കഥയെ ഏതൊരുവൻ തൻ്റെ കണ്ഠത്തിൽ നിന്ന് മാറ്റാതിരിക്കുന്നുവോ അവൻ വൈകുണ്ഠത്തിൽ പ്രഭുവായിത്തീരും. ഇതിജ പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നിഗദിതം ദേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി സുഖകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിത് പിബ പരസുഖഹേതോർദ്വാദശസ്കന്ധസാരം. ഇപ്രകാരം പരമരഹസ്യവും സർവസിദ്ധാന്തങ്ങളിൽ നിന്നും സിദ്ധവുമായ ശാസ്ത്രത്തെ അങ്ങയോട് പറഞ്ഞു. ലോകത്തിലെ സകല ശാസ്ത്രങ്ങളും പരിശോധിച്ചു നോക്കിയതിൽ സുഖശാസ്ത്രത്തെക്കാൾ നിർമ്മലമായ മറ്റൊരു ശാസ്ത്രം ലോകത്തിലില്ല എന്ന് കണ്ടിരിക്കുന്നു. പരമസുഖ ലാഭത്തിനായി 12 സ്കന്ധങ്ങളിൽ അടങ്ങിയ ഭാഗവത സാരത്തെ ആസ്വദിക്കുവിൻ. ഏതാമിയോ നിയതതയാ ശൃണോതി ഭക്ത്യാ യശ്ചൈനാം കഥയതി ശുദ്ധ വൈഷ്ണവാഗ്രേ തൗ സമ്യക് വിധികരണാത് ഫലം ലഭേതേ യാഥാർത്ഥ്യാന്ന ഹി ഭുവനേ കിമപ്യസാധ്യം. ഇതിനെ ഏതൊരുവൻ വിധിപ്രകാരം ഭക്തിപൂർവം കേൾക്കുന്നുവോ, ഏതൊരുവൻ ഇതിനെ പരിശുദ്ധിയോടെ വൈഷ്ണവരുടെ മുന്നിൽ കീർത്തിക്കുന്നുവോ, അവർ രണ്ടുപേരും ചെയ്യേണ്ട വിധിപ്രകാരം ചെയ്തവരാകയാൽ പരംഫലപ്രാപ്തി സമ്പാദിക്കും. ഈ ലോകത്തിൽ യഥാർത്ഥ തത്വജ്ഞാനം കൊണ്ട് നേടാൻ കഴിയാത്തത് ഒന്നുമില്ല. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ ശ്രവണവിധികഥനം നാമ ഷഷ്ടോധ്യായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം 6-ാമത്തെ അധ്യായം ഇവിടെ അവസാനിച്ചു. അതുപോലെ തന്നെ സമാപ്തം ഇതം ശ്രീമദ് ഭാഗവത മഹാത്മ്യം. ശ്രീ പത്മപുരാണത്തിലുള്ള ശ്രീമദ് ഭാഗവത മഹാത്മ്യം സമാപിച്ചു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശുഭം ഭൂയാത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം തത്സത്.